ഗായ്സ് വെൽക്കം ടു ഡ്രീം വിഷർ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 3 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഒരു 1 ഡേ നൈറ്റ് ഫുള്ള് വണ്ടി ഓടിച്ചിട്ട് രാവിലെ പുലർച്ചെ എത്തിയിരിക്കുന്നത് ഷെഫ് ഷോവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ വില്ലേജ് ഉള്ള സ്ഥലത്താണ്. അറ്റ് ലാസ്റ്റ് ഇതായിരുന്നു എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തന്ന ഒരു സ്പോട്ട് മൊറോക്കോയിൽ. സോ എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലോങ് ജേർണി ആയിട്ടും നമ്മൾ ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് കാർ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം. എന്നാൽ ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത കാരണം എല്ലാവർക്കും അതിൻ്റേതായ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാനും കുറേ പാർട്സൊന്നും വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി കുറേ വട്ടം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ അവരായിട്ട് ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ, ലെതറിൻ്റെ പ്രൊഡക്ട്സ് അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓരോ ഷോപ്പിൽ നമ്മൾ കയറുമ്പോഴും നല്ല ക്യൂട്ട് സാധനങ്ങളും വെറൈറ്റി ഐറ്റംസൊക്കെ കുറേ കണ്ടിരുന്നു. അവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായി. പക്ഷേ നമ്മൾ മറാക്കേഷിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര വില കൂടുതലായിരുന്നു എല്ലാത്തിനും. കണ്ടില്ലേ, ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഡ്രസ്സുകളാണ്. ഞാൻ കുറച്ച് നേരം അവരെങ്ങനെയാണ് അതൊക്കെ ചെയ്യണത് എന്നുള്ളതൊക്കെ നോക്കിയിരുന്നു. അവിടുന്ന് പിന്നെ അതെല്ലാം പതുക്കെ കണ്ടിറങ്ങി നമ്മൾ നേരെ ബ്ലൂ വില്ലേജിലേക്ക് കയറി. അതും സൈഡിൽ കൂടെ ഇങ്ങനെയുള്ള ഓരോ സ്ട്രീറ്റുകളാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഫുൾ വഴികളും വരുന്നത്. കുറേ കുഞ്ഞു സ്ട്രീറ്റുകളാണ് മൊത്തം. അവിടെയൊക്കെ കുറേ ഇതുപോലത്തെ നീല പെയിൻ്റ് അടിച്ച വീടുകളുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് അവർ ഈ ഷോപ്സൊക്കെ ഇട്ടിട്ടുള്ളത്. ഇവരുടെ ലൈഫേ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിൽക്കുന്ന അങ്ങനെ ഉള്ളൊരു ലൈഫാണ്. ഫുൾ ഇങ്ങനത്തെ ഒരു ട്രേഡിങ് സെൻറ്റർ പോലെ. നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇതൊരു വ്യത്യാസമായിട്ട് കാണുന്നത് ഇതിൻ്റെ കളർ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഒറ്റ കളറിൽ നമ്മൾ കുറേ സ്ട്രീറ്റുകൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ സ്ട്രീറ്റിൽ കണ്ടൊരു ചായ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത എക്സ്പീരിയൻസ് ഇക്കാക്കാണ് ഈ ചായ കണ്ടപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ തോന്നി. കാരണം അയാൾ അത് ലൈവായിട്ട് മണലിൻ്റെ ചൂടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം ആ ചായ ഇങ്ങനെ തിളയ്ക്കണതൊക്കെ ആ മണലിൻ്റെ ചൂടുകൊണ്ട്. നമ്മൾ ട്രൈ ചെയ്തിരുന്നു ചായ, പക്ഷെ ചായ മാത്രം ഒന്നിനും കൊള്ളില്ല. മീൻസ് അവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒട്ടും പറ്റിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ചായയുടെയും കുടിക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ ഇറങ്ങി സ്ട്രീറ്റിൽ കൂടെ. ഇന്ന് നമ്മൾ പോയ സ്ഥലത്ത് കൂടുതലും മൗണ്ടെയിൻസ്, അങ്ങനെ ഒരു ഹിൽ ടോപ്പിലായിരുന്നു ഈ ഒരു വില്ലേജ് തന്നെ വരുന്നത്. അതുകൊണ്ട് ഹിൽസും പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരു മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒരു മൈൽഡ് പ്ലേസ് ആയിരുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് അവർ അവിടെ ഡ്രസ്സുകൾ, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളും കോസ്റ്റ്യൂംസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് തന്നിരുന്നു. ആൾക്കാരിങ്ങനെ വന്ന് പൊതിയായിരുന്നു. ആ വില്ലേജിലുള്ള അമ്മമാർ തന്നെയാണ് വന്നിട്ട് ഇങ്ങനെ പൊതിയായിരുന്നു, ഇത് വേടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതൊക്കെ ട്രൈ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. വീണ്ടും ഇതേ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ബ്ലൂ വില്ലേജിൻ്റെ ഫുൾ ബ്യൂട്ടി ഈ വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. അത്രയും ബ്യൂട്ടി എനിക്ക് ഈ വീഡിയോസിൽ കാണില്ല. പക്ഷെ ഇതൊക്കെ നേരിട്ട് കാണേണ്ട നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ എനിക്കിവിടെ വെറൈറ്റി ആയിട്ട് ഞാൻ ഇന്നേവരെ കാണാത്തൊക്കെ ആയിട്ട് തോന്നിയത് അവരെന്നെ ഫ്രൂട്ട്സ് അവിടുന്ന് പറിച്ച് ഈ ഒഴുകി വരുന്ന വെള്ളത്തിൽ അവരിതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എല്ലാ ചാലിലും ഒക്കെയാണ് ഇവർ ഫ്രൂട്ട്സ് പറിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് എത്രത്തോളം ക്ലീൻ ആവുമെന്നൊന്നും അറിയില്ല. അത് തന്നെയാണ് നമുക്ക് അവരവിടെ ലൈവായിട്ട് നിന്ന് ജ്യൂസൊക്കെ ആക്കിയിട്ടും പിന്നെ അതിൻ്റെ സ്ലൈസസൊക്കെ മുറിച്ചൊരു സാലഡ് പോലൊക്കെ ആക്കിയിട്ട് തരുന്നുണ്ടായിരുന്നത്. വീണ്ടും അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അടുത്ത പ്ലാൻ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടപ്പോഴും പിന്നെ ഓൾറെഡി നമ്മൾ ടയേർഡായ കാരണം നമ്മൾ നേരെ ഇന്നത്തെ അക്കോമഡേഷനിലേക്കാണ് വിട്ടത്. അത് ഔദുലാവോൽ ഒരു ബീച്ച് ഹൗസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഒരു 1 hour ട്രാവലിന് ശേഷം അക്കോമഡേഷൻ വീട്ടിലേക്ക്
എത്തി. അപ്പം ഇനി ഞാൻ ഈ വീടൊന്ന് നിങ്ങൾക്ക് വേഗം ഓടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കിച്ചണാണ്. ആ കിച്ചണോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ടൊരു റൂം വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പിറ്റേ ദിവസമാണ് കണ്ടത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ്. അതിൻ്റെയും ഓപ്പോസിറ്റായിട്ട് ഒരു സോഫ സ്പേസും കൂടി വരുന്നുണ്ട്. ഈ ലിവിങ് സ്പേസ് നല്ല വലുതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമുക്ക് പുറത്തേക്കുള്ള വഴിയാണുള്ളത്. പുറത്തുള്ള ഒരു ലുക്ക് വേറെ തന്നെയായിരുന്നു. നമുക്ക് ബീച്ച് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന നല്ല വൈബ് ബാൽക്കണിയായിരുന്നു അവിടെ ഉള്ളത്. അവിടെ തന്നെ നമുക്ക് ഇരിക്കാനും ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്പേഷ്യസ് ഏരിയ ആയിരുന്നു. അവിടെ നല്ല സീനറിയും സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പോൾ ബീച്ചും കൂടി ആയപ്പോൾ നമ്മളിതേ മൊറോക്കോയിൽ വന്നിട്ട് ബീച്ച് കവർ ചെയ്തു, ഡെസേർട്ട് കവർ ചെയ്തു, മൗണ്ടെയ്ൻസ് കവർ ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. ഒരു 4ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മുടെ ഈ ട്രിപ്പ് ടോട്ടൽ 7 days ആയിരുന്നു ഉള്ളത്. 6 days ഫുള്ളായിട്ട് അവിടെ നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മളിത് പുറത്ത് ബീച്ചിൻ്റെ വൈബൊക്കെ പിടിച്ച് കുറച്ച് നേരം കടലിലൊക്കെ കളിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ സൺസെറ്റിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ സണ്ണ് കുറച്ച് മുന്നേ സെറ്റായി എന്ന് തോന്നുന്നു. നടക്കാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ മണലിൽ മൊത്തം നല്ല വെറൈറ്റി കല്ലുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ പറക്കിയെടുക്കുക, പിന്നെ അത് വെച്ച് നമ്മളിങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കുക, അങ്ങനെ മേലേക്ക് വെച്ച് ഗോപുരം ഉണ്ടാക്കുക. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വിനോദം അവിടെ. പിന്നെ എവിടെ നമ്മൾ കടലിൽ പോയാലും കുറേ നേരം കടലിൽ കളിക്കുമല്ലോ. അങ്ങനെ ഒരു ഈവനിങ് വരെ രാത്രി ഒരു 7 മണി വരെയൊക്കെ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായേ. ഞാനിത് ഈ ഷെൽസൊക്കെ പറക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് റിട്ടേൺ വരുമ്പോൾ അവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട്. നമ്മൾ നൈറ്റ് സലൂൺ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഫ്രീ കിട്ടിയത്. മീൻസ് നമ്മളൊന്ന് ഫ്രീ ആയത്. അപ്പം നമ്മൾ മുടി വെട്ടാനും മുടി കളർ ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. ഇനി ഇവിടെ വന്നിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല, പോയി നോക്കി നോക്കാം. ഗൈസ്, ഹെയർ വാഷ് ചെയ്യാനും ഇവിടുത്തെ ഡെസേർട്ടിലൊക്കെ പോയപ്പോൾ ഒരു ഭൂതം പോലെ ഈ മുടിയല്ല. അപ്പോൾ നമ്മൾ ഹെയർ വാഷിനും ഹെയർ കളറിങ്ങിനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം നമ്മളുടെ കോലം. ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, നമുക്ക് ഇവരുടെ ഭാഷ അറിയില്ല. അപ്പം ഇനി എന്താവുമെന്ന് നോക്കാം. ആൽഫി ഒട്ടോക്കൂ കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം മുടി വെട്ടാൻ പോകും. കൊള്ളാം, അവളുടെ രസമുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കളർ ചെയ്യാൻ പോകുന്നു. അതാണ് ഇനി ഔട്ട്ലുക്ക് നോക്കാനുള്ളത്. വെയിറ്റ് ആൻഡ് സീ. മുടിയൊക്കെ വാഷ് ചെയ്തിരിക്കുകയാണ്. ആരേത് വലിയ ഏതോ എന്താണെന്ന് അറിയില്ല ഗൈസ്, ഞാൻ സ്റ്റിൽ ഡിപ്രഷൻ ടെൻഷനിലാണ്. ഞാൻ ഇനി കുളിച്ചെല്ലാം അറിയുള്ളൂ. ഏതവസ്ഥ ചുവപ്പ് ഇതാണ് ഔട്ട്ലുക്ക് വന്നത്. അങ്ങനെ ഹെയർ കളർ ചെയ്തതിൻ്റെ ഔട്ട്ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല സ്യൂട്ടാവുന്ന കളറായിരുന്നു എന്തായാലും ഇത്. പിന്നെ അവരുടെ സർവീസും പറയാൻ വയ്യ, നല്ലായിരുന്നു. ഗൈസ്, നമ്മളിന്ന് നൈറ്റ് ഇവിടെ പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പുറത്ത് ബീച്ച് വൈബിൽ. ബീച്ച് കാണുന്നില്ല പക്ഷെ. അപ്പം ഞങ്ങൾ സലൂണിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ പുറത്തിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെയാണ് ഇന്ന് കഴിക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഉറങ്ങി. കാരണം ട്രാവലൊക്കെ ചെയ്ത് വന്ന ക്ഷീണം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇന്നിനി ഫെസിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ ട്രിപ്പ് തീരാൻ ഇന്നും നാളെ ഇതിന് പറ്റുന്ന നമ്മൾ ബൈ പറഞ്ഞു പോകും. ട്രിപ്പ് തീരണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫെസിലേക്ക് പോകും. രാവിലെ അല്ല, ഇവിടെ ഇപ്പോൾ 12 മണിയായി. അങ്ങനത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങി. ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതായിരുന്നു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ആ ഫുഡൊക്കെ ഒന്നും കൂടിയും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിതേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫെസിലേക്ക് പോയോണ്ടിരിക്കുകയാണിത്.
അങ്ങനത്തെ നമ്മൾ ഫെസ്സിലോട്ട് എത്തിയപ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നൈറ്റ് ഫെസ്സിലത്തെ മെദീനയിലൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും എല്ലാ ഷോപ്സും മദീന മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു മോളിലൊക്കെ കയറി അവിടുത്തെ സ്വീറ്റ്സൊക്കെ കഴിച്ച് പിന്നെ മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ അന്ന് അക്കോമഡേഷനിലേക്ക് പോയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ളത് മേടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. എനിക്കാണെങ്കിലും ഇവിടെ വന്നപ്പോൾ തൊട്ട് നല്ല ഗ്രിൽഡ് ഫിഷ് കഴിക്കണം എന്ന് ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പൊക്കെ തപ്പി വന്ന് ഗ്രിൽഡ് ഫിഷിൻ്റെ സംഭവങ്ങളെല്ലാം ഓർഡർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും എന്നറിയില്ല, നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായി വന്ന് തുടങ്ങി. ഗായ്സ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ ലോട്ട്. ഞങ്ങൾ പ്ലാറ്റർ എന്ന് പറഞ്ഞ ഓർഡർ ചെയ്തപ്പോൾ ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടം പോലെ. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് മീൻ ടേസ്റ്റ് ചെയ്യാൻ വന്നാൽ ഞാനിത് ഒരു ലോഡ് മീനാണ് കഴിച്ചത്. പല വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ അത്ര ഫ്ലേവറബിൾ അല്ല എങ്കിലും ഇവിടുത്തെ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ അക്കോമഡേഷനിലേക്കാണ് പോണത്. നമ്മളിപ്പോൾ എടുത്ത എയർബിഎൻബി വന്ന് ഞങ്ങൾ ഷോക്കായി നിൽക്കുകയാണ്. സൂപ്പർ സൂപ്പർ. എൻ്റെ അമ്മയെ ഭയങ്കര ഇവിടെ പക്ഷെ എല്ലാം വെളിച്ചം ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ അമ്മയെ പൊളി പൊളി ഇതന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും. ഓ സീൻ അക്കോമഡേഷൻ. അടുത്ത വ്ളോഗർ ഇതൊക്കെ. ഓ ഇവിടെ ടോയ്ലറ്റാണ്. അടുത്ത റൂം. വാവ്, ഇത് ഇത്രയും പേർക്ക് കിടക്കാൻ തന്നെ ഇത്ര റൂം. ബാക്കിയും കൂടി ഈ ഭാഗമൊന്നും ഞാൻ കണ്ടില്ല. ഒരു ബാത്റൂമും പിന്നെ സൂപ്പർ കിച്ചണും ഉണ്ട് ഇവിടെ ഉണ്ടായി. എല്ലാം കൊള്ളാം. പക്ഷെ ഞങ്ങൾ ഈ ഒരു നൈറ്റ് മാത്രമാണ് സ്റ്റേ ചെയ്യണത്. മോർണിംഗ് പച്ച ലൈറ്റോ ഡൈനിങ്ങിന് എല്ലാം കൊള്ളാം. നമ്മളിതേ ഇന്ന് ലാസ്റ്റ് ഡേ ഇവിടെ ഫെസ്റ്റിൽ മൊത്തം കറങ്ങി റിട്ടേൺ ടു ഹോം. വലിയ ഹാപ്പിനെസ്സിലെന്ന് പറയുന്നു. നമ്മൾ ലാസ്റ്റ് പാക്കിങ്ങിലൊക്കെയാണ്. ഇനി വേറെ അക്കോമഡേഷൻ ഇല്ല. അപ്പോൾ നാളെ നമ്മൾ പോണ കാരണം ഇവിടെ ഫുൾ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും രാവിലെ ഇന്നലെ എത്തിയ അതേ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇവിടുന്ന് കഴിച്ച ഒരു ഷവർമ ഞങ്ങൾക്ക് പിടിച്ചു. സോ വീണ്ടും അത് രാവിലെ തന്നെ, രാവിലെ ഇല്ല 12 മണി കഴിക്കാൻ വന്നേക്കാണ്. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ മൊത്തം ഇന്ന് കറങ്ങും. ലുക്ക് ഗൈസ്, മോളിൻ്റെ അപ്പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. കൊള്ളാം. ഇപ്പോഴാണ് വെളിച്ചം വന്നത്. സോറി. വാവ്, നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. ഷവർമ പറഞ്ഞവരെ സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു യോഗട്ടൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ഷവർമ വന്നപ്പോൾ നേരെ അതിലേക്ക് കൈ പൊക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടിയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെസ്റ്റിലത്തെ കാഴ്ചകൾ മൊത്തം കാണാൻ പോവുകയാണ്. അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതുവരേക്കും ബൈ.